മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 16/3/1992 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ആയില്യമാണ് നക്ഷത്രം, ആയില്യം 3-ാം പാദം. മേടലഗ്നം, 2 ശൂന്യം, 3-ൽ കേതു, 4-ൽ ചന്ദ്രൻ ഗുളികൻ, 5-ൽ വ്യാഴം, 6, 7, 8 ഭാവങ്ങൾ ശൂന്യം, 9-ൽ രാഹു, 10-ൽ കുജൻ, ശനി, 11-ൽ ശുക്രൻ, 12-ൽ സൂര്യൻ, ബുധൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ചന്ദ്രൻ ഗുളികൻ 4-ൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ചന്ദ്രനോടൊത്ത് ഗുളികൻ, ശനി, രാഹു, കേതു. അതല്ലെങ്കിൽ നീചമായിട്ടുള്ള അവസ്ഥയിൽ മോശമായിട്ടുള്ള ദൃഷ്ടികളിൽപ്പെട്ട് നിൽക്കുന്ന ചന്ദ്രൻ. ഇതെല്ലാം തന്നെ അത്ര നല്ലതല്ല. ഇവിടെ 4-ൽ സ്വന്തം ക്ഷേത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. പക്ഷേ ഗുളികൻ വന്നോടുകൂടി മനസ്സിൻ്റെ കാരകഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വിടാതെ പിന്തുടരുന്ന എന്തെങ്കിലുമൊക്കെ മോശം ഓർമ്മകൾ, അതല്ല എങ്കിൽ മോശം അനുഭവങ്ങൾ, ടെൻഷൻ, കൺഫ്യൂഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ രീതികൾ ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട്. ചന്ദ്രനോടൊത്തുള്ള ഗുളികനെ വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ 11-ൽ നിൽക്കുന്നു, ശനിയുടെ ക്ഷേത്രത്തിൽ. അതിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശനി മകരത്തിൽ ഉച്ചനായി നിൽക്കുന്ന കുജനോടൊത്ത് നിൽക്കുന്നു. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണത്. വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ തന്നെയാണ് ശുക്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ, പ്രത്യേകിച്ചും വിവാഹ കാരകഗ്രഹം കൂടിയാണ് ഏതൊരു ഗ്രഹനിലയിലെയും ശുക്രൻ. അപ്പോൾ അത്തരം ശുക്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ, പ്രത്യേകിച്ചും ശക്തനായിട്ടുള്ള കുജനോടൊത്ത്, അഗ്നിമാരുത യോഗം തന്നെയാണത്. കുജമന്ദയോഗം എന്ന് പറയും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാത്ത പക്ഷം വിവാഹവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഗ്രഹത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ നേരത്തെ കൂട്ടി തന്നെ എടുത്ത് പോകേണ്ടതാണ്. ഉപരി ഇത്തരക്കാരൊക്കെ പൊതുവേ ഈ കുജൻ, ശുക്രൻ, അതേപോലെ തന്നെ ശനിയൊക്കെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും വിവാഹത്തിന് ഓക്കെ പറയുന്ന ഗ്രഹനിലകളിൽ കൃത്യമായിട്ട് ചേർച്ച അത്യാവശ്യം തന്നെയാണ്. നാള് വെച്ച് മാത്രം നോക്കി 10-8 പൊരുത്തമുണ്ട് എന്ന് പറയുന്നത് മാത്രം അവിടെ വർക്കാകില്ല. അത് അതിൻ്റെ ബേസ് മാത്രമാണ്. ഗ്രഹനിലകൾ തമ്മിൽ വച്ച് കൃത്യമായിട്ടത് ചേരും, ലഗ്നങ്ങൾ തമ്മിൽ ചേരും, 7-ാം ഭാവങ്ങൾ തമ്മിൽ ചേരും, ശുക്രൻ്റെ അവസ്ഥ എന്താണ്, ഈ 2-3 കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരമുണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവൂ. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് 7-ാം ഭാവം എന്ന് പറയുന്നത് ശുക്രൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. വിവാഹശേഷം വരുന്നയാൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള മറ്റ് ബന്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ ഒക്കെ അത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കും എന്നൊന്നും അതിനർത്ഥമൊന്നുമില്ല. എന്നാൽ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട്. പക്ഷേ വ്യാഴം നിൽക്കുന്നത് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൊതുവേ വ്യാഴം ഒറ്റയ്ക്ക് നല്ല രീതിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രഹമാണ്. അവിടേക്ക് ഗുളികൻ്റെ സാന്നിധ്യമൊക്കെ വ്യാഴത്തെ ബലം കുറയ്ക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ലഗ്നാൽ 10-ൽ കുജൻ, ശനി. ജോലി സംബന്ധമായിട്ടൊരല്പം ടഫ്നെസ്, അതുപോലെ തന്നെ സമ്മർദ്ദം, അതേപോലെ അധികാരമുള്ള ജോലികൾ എന്ന് വച്ചാൽ സ്വന്തമായിട്ടൊക്കെ ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫേം തുടങ്ങി കുറേ ആളുകൾക്ക് ശമ്പളമൊക്കെ കൊടുത്ത് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ജോലികളോ സമയം കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങളോ അതുവഴി ഒരല്പം മാനസിക സംഘർഷങ്ങളോ ഒക്കെ ഉള്ള ടൈപ്പിലുള്ള ജോലികൾ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ 10-ലൊക്കെ കുജൻ, ശനി ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത്തരം ഗ്രഹനിലകളിൽപ്പെട്ട ധാരാളം പേര് പോലീസ്, ആർമി പോലെയുള്ള വകുപ്പുകളിൽ ജോലി ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ ഈ 10-ൽ നിൽക്കുന്ന ശനി ശശയോഗം കൊടുക്കും. അതേപോലെ തന്നെ കുജൻ രുചകയോഗം തന്നെ കൊടുക്കും. പക്ഷേ കുജൻ ശനി കോമ്പിനേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു നെഗറ്റീവ് അവിടെ അപ്പോഴും ഉണ്ടാകും. അതാണെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലുമല്ല.
വ്യാഴം 5, 7, 9. അപ്പോൾ വിവാഹസ്ഥാനത്തിൻ്റെ അധിപനിലേക്ക് വ്യാഴം ദൃഷ്ടിയുണ്ട്. ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവം വിവാഹ സംബന്ധമായിട്ട് വന്നാലും പിന്നീട് അത് മാറി പോസിറ്റീവ് ആക്കാനുള്ള ഒരു ശേഷി ഈ ഗ്രഹനിലയ്ക്കുണ്ട്. പക്ഷേ ആദ്യം അത് ഉണ്ടാകുമെന്നത് സത്യം തന്നെയാണ്. അതേപോലെ തന്നെ ലഗ്നത്തിലേക്ക് വരുന്ന വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി വളരെ വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ ഗുളികൻ്റെ പിടുത്തം കഴിഞ്ഞിട്ടുള്ള ഗുണമാണ് വ്യാഴം അവിടെ ചെയ്യുക. ഒരല്പം കാലതാമസം വ്യാഴത്തെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് ഉണ്ടാകും എന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ആയില്യമാണ് നക്ഷത്രം. ബുധദശയിൽ ജനിച്ചു. 97 വരെ ബുധൻ, അതിനുശേഷം കേതു, ശേഷം ശുക്രൻ 20 കൊല്ലം, അതിനുശേഷം സൂര്യൻ 6 കൊല്ലം 2030 വരെ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ 2040 വരെ, ശേഷം 7 കൊല്ലം കുജൻ അഥവാ ചൊവ്വ 2047 വരെ, ശേഷം രാഹു, ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശയായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. 12ൽ നിൽക്കുന്ന നീചനായ ബുധനോടൊത്ത് നിൽക്കുന്ന സൂര്യൻ. അതുപോലെ തന്നെ രാഹുവിൻ്റെ അപഹാരം, അതായത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹു. ഭാഗ്യസ്ഥാനത്തെ രാഹുവിനെ പ്രത്യേകം അതാർക്കായാലും ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മളുടെ എല്ലാ ഭാഗ്യാനുഭവങ്ങളെയും തട്ടിത്തെറിപ്പിക്കാനോ ഡിലേ വരുത്താനോ തർക്കങ്ങൾ വരുത്താനോ 9ലെ രാഹു നിഷ്പ്രയാസം സാധിച്ചെടുക്കും അത്തരം നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഈ രാഹുവിൻ്റെ അപഹാരമൊക്കെ ഒഴിവാക്കിയിട്ട്, പ്രത്യേകിച്ചും ശുഭകാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് രാഹുവിൻ്റെ അപഹാരമൊക്കെ ഒഴിവാക്കിയിട്ടെടുത്താൽ വളരെ നല്ലത്. അതിപ്പോൾ തീരുകയാണ് 2025 മെയ് 18 തൊട്ട് 2026 ഏപ്രിൽ 11 വരെ. അതായത് ഇനി ഒരാഴ്ചയും 2-3 ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് കഴിയുന്ന മുറയ്ക്ക് വ്യാഴത്തിൻ്റെ അപഹാരം വരുന്ന മുറയ്ക്ക് തോട്ട് പ്രോസസ്സിൽ ചിന്താരീതിയിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരികയും ഇപ്പോൾ ഒരടഞ്ഞ മാനസികാവസ്ഥയിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ആരെ കാണണം എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ, ടെൻഷൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടാകും. അത് ഈ രാഹു വരുത്തുന്ന ഒരു പ്രധാന നെഗറ്റീവ് തന്നെയാണ്. ചിന്തകളെ സ്വാധീനിക്കും. ശരിയെന്ന് കരുതിയെടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായിട്ട് മാറും. അപ്പോൾ അത് വ്യാഴമൊക്കെ വരുന്ന സമയത്ത് അത് പിന്നീട് ആ ചിന്തകളിൽ തന്നെ മാറ്റം വരുന്നതായിട്ട് ഓട്ടോമാറ്റിക്കലി കാണാൻ സാധിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. 12ൽ നീചനായ ഗ്രഹത്തോടൊത്താണ് സൂര്യൻ നിൽക്കുന്നത്. ഉപരി രാഹുവിൻ്റെ അപഹാരമാണ് നടക്കുന്നത്. ഈ ഒരു ടൈം വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പരമാവധി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഒരു മുൻകരുതലുകൾ, ജാഗ്രത, ശ്രദ്ധ, അബദ്ധങ്ങൾ പറ്റുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് ഒക്കെ കിട്ടിയ ശേഷം മാത്രമേ എടുത്ത് മുന്നോട്ട് പോകാവൂ. കൃത്യമായിട്ട് കൂടി പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ നെഗറ്റീവ്സിൻ്റെ പെർസെൻറ്റേജിനെ കുറയ്ക്കാനും പോസിറ്റീവ്സിൻ്റെ പെർസെൻറ്റേജിനെ കൂട്ടാനും സാധിക്കും. ഇതിൻ്റെ ഒരു 75% നെഗറ്റീവ്സിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കൃത്യമായിട്ട് ചിട്ടപ്പെട്ടതോടുകൂടി പരിഹാരങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ്സിൻ്റെ പെർസെൻറ്റേജ് ഒരു 25-30% നിൽക്കും. ബാക്കി ഒരു 60-70% പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുകയും ചെയ്യും. അതിന് തോട്ട് പ്രോസസ്സ്, നമ്മളുടെ ചിന്തകളെ തന്നെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ നമ്മൾക്ക് സാധിക്കുകയും ചെയ്യും. ഇതാണ് പരിഹാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.